സുഹൃത്തുക്കളെ, എല്ലാരും പറയുന്ന ഒരു ഇതാണ്, ഞങ്ങൾക്ക് കഷ്ടപ്പാടാണ്, അതാണ് ഇതാണ്, എല്ലാവർക്കും കഷ്ടം കഷ്ടം കഷ്ടം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിണ്ടോ? നിങ്ങൾ ഈ കഷ്ടപ്പാടാണെന്ന് പറയുന്ന കാര്യം ലോകത്തിൽ എത്രയോ പേര് അതിന് സിമ്പിളായി സോൾവ് ചെയ്ത് പോകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ കഷ്ടപ്പാട് ഇതൊക്കെ ജീവിതത്തിൽ ഉള്ളത് തന്നെയാണ്. നമ്മൾ അതിനെ ചെറുത്ത് മുന്നോട്ട് പോകണം എന്നുള്ള, അല്ലാതെ നമ്മൾ അതും ആലോചിച്ച് അതിനാലോചിച്ച് സ്ട്രെസ് അടിച്ചിരിക്കല്ലേ വേണ്ടത്. ഈ സ്ട്രെസ് വരുന്നത് തന്നെ നമ്മൾ ഒരു ആക്ഷൻ എടുക്കാതിരിക്കുമ്പോഴാണ്. നമ്മൾ കുറെ അതിനെ കുറിച്ച് ആലോചിക്കുക, നമ്മളൊന്നും ചെയ്യുക, ആക്ഷൻ എടുക്കാതിരിക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡിൽ തന്നെ ക്രിയേറ്റ് ആവുന്ന ഒരു എനർജിയാണത് ഈ സ്ട്രെസ് എന്ന് പറയുമ്പോൾ. ഒരു എനർജീനെ നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാനും സാധ്യമല്ല, നശിപ്പിക്കാനും സാധ്യമല്ല. പക്ഷെ ഒരു എനർജിയെ നമുക്ക് കൺവെർട്ട് ചെയ്യാം. ജലത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ജലം എന്ന് പറഞ്ഞുള്ള എനർജീനെ മാറ്റി നമ്മൾ വൈദ്യുതി ഉണ്ടാക്കി മാറ്റുന്നു പറ്റും. അതേമാതിരി തന്നെ നമ്മുടെ സ്ട്രെസ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ ആക്ഷൻ എടുക്കാതിരിക്കുമ്പോഴാണ് ഈ എനർജി കൂടി 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 നമുക്ക് എട്ടിനകത്ത് ഒരു ഇതേ പോലെ ആകുന്നത്. അപ്പോ നിങ്ങൾക്ക് എപ്പോ സ്ട്രെസ് വരുമ്പോഴും എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാം, ആക്ഷനിലോട്ട് പോവാം. ഈ ആക്ഷനിലൂടെ മാത്രമേ നമുക്ക് എനർജി കൺവേർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മനസ്സിലാകുന്നു? ജീവിതം സന്തോഷത്തോടെ ജീവിക്കാനുള്ളതാണ്. എല്ലാവരും സ്ട്രെസ് അടിച്ച് ആരും ജീവിതം പാഴാക്കരുത്. ഓക്കെ, സ്ട്രെസ് വരുമ്പോ തന്നെ ഏതെങ്കിലും ആക്ഷനിലോട്ട് കിടക്കാം. ഓക്കെ, എല്ലാവർക്കും ഒരു സന്തോഷകരമായ ജീവിതം നേരുന്നു. താങ്ക് യു.